ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് ബിക്ക് സീറ്റ് വേണ്ടെന്നും ബിജെപിയുടെ പതനം കണ്ടാൽ മതിയെന്നും ചെയർമാൻ ആർ ബാലകൃഷ്ണപിള്ള. തെരഞ്ഞെടുപ്പിൽ LDF നില മെച്ചപ്പെടുത്തുമെന്നും അദ്ദേഹം പ്രത്യാശിച്ചു. അടുത്തിടെ മുന്നണിയുടെ ഭാഗമായതിന്റെ ആത്മവിശ്വാസത്തിലാണ് മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ. താൻ പങ്കെടുത്തതുകൊണ്ടാണോ കഴിഞ്ഞ LDF യോഗത്തിൽ നിന്ന് VS വിട്ടുനിന്നതെന്ന് അദ്ദേഹത്തോട് ചോദിക്കണം. VSന്റെ അസാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലെന്നും ബാലകൃഷ്ണപിള്ള പറഞ്ഞു. അതേസമയം മാതാ അമൃതാനന്ദമയ്ക്കെതിരെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ വിമർശനത്തിൽ അപാകതയൊന്നുമില്ലെന്നും ആർ ബാലകൃഷ്ണപിള്ള. കോടിയേരി പറഞ്ഞതിൽ തെറ്റില്ല. CPMന്റെ രാഷ്ട്രീയ വീക്ഷണം മാത്രമാണ്. പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പ്രസംഗത്തെ വളച്ചൊടിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൊല്ലത്ത് അമൃതാനന്ദമയ്ക്ക് ഏറെ വിശ്വാസികളുള്ള സ്ഥലമാണ്. മഠവുമായി പിള്ളയ്ക്കും ബന്ധമുണ്ടായിരുന്നു. എന്നാൽ മുന്നണിയുടെ ഭാഗമായതോടെ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ വരെ ബാലകൃഷ്ണപിള്ള തള്ളിക്കളഞ്ഞിരുന്നു. പത്തനാപുരം, കൊട്ടാരക്കര മണ്ഡലങ്ങളിലാണ് ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടി മത്സരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ അടുത്ത കാലത്തെങ്ങും മത്സരിച്ചിട്ടില്ല. കൊടിക്കുന്നിൽ സുരേഷാണ് പിള്ളയുടെ മണ്ഡലത്തിലെ MP. UDFിലുള്ള കാലം മുതൽ തന്നെ കൊടിക്കുന്നിലുമായി പിള്ള ഉടക്കിലാണ്. ഇത്തവണ മാവേലിക്കര മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി പുന്നല ശ്രീകുമാർ മത്സരിക്കുമെന്ന് സൂചനയുണ്ട്. CPIയുടെ സീറ്റാണ്. അവരുടെ കൂടി അനുമതി വാങ്ങിയ ശേഷമേ CPM അത്തരമൊരു നീക്കം നടത്തൂ. അതേസമയം CPI അവരുടെ നേതാവ് ചെങ്ങറ സുരേന്ദ്രനെ തന്നെ മത്സരിപ്പിച്ചേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ MPയെ എങ്ങനെയും തോൽപ്പിക്കണമെന്ന വാശിയിലാണ് CPM. ബാലകൃഷ്ണപിള്ളയുടെ എല്ലാ സഹായവും അതിനുണ്ടാകും. കഴിഞ്ഞ തവണ MA ബേബിയെ തോൽപ്പിച്ചാണ് പ്രേമചന്ദ്രൻ MP ആയത്. LDFന്റെ വോട്ട് നേടി ജയിച്ച ശേഷമാണ് പ്രേമചന്ദ്രനും അദ്ദേഹത്തിന്റെ പാർട്ടിയായ RSPയും UDFിലേക്ക് ചേക്കേറിയത്. അന്നു തൊട്ട് തുടങ്ങിയതാണ് CPMുമായുള്ള ഉടക്ക്. കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടന വേളയിലും പ്രേമചന്ദ്രൻ CPMനെതിരെ കളിച്ചു. അതിനാൽ പ്രേമചന്ദ്രനെ വീഴ്ത്താൻ പിള്ളയുടെ സാന്നിധ്യം LDFന് ആവേശം പകരും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.